വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ദ വേൾഡ് ഓഫ് ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളുടെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ 7ാമത്തെ ചാപ്റ്ററാണ്. 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററിലെ എല്ലാ നോട്ടുകളും നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ നോക്കണേ കുഞ്ഞുങ്ങളെ, സോഷ്യൽ ആയാലും സയൻസ് ആയാലും മാത്സ് കേട്ടോ. ഈ 3 വിഷയത്തിൻ്റെ എല്ലാ നോട്ടുകളും കിടപ്പുണ്ട്. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മലയാളവും ഹിന്ദിയും ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങളൊന്ന് ചാനലൊന്ന് നോക്കണേ. എല്ലാ നോട്ടുകളും ഉള്ളത് സോഷ്യലും സയൻസും മാത്സുമാണ്. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണേ. കുഞ്ഞെ കാണുന്നുണ്ടെന്ന് കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ചാനൽ മാത്രം കാണുന്ന കുറേ കുട്ടികളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അഡീഷണൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ചാനൽ നോക്കിയാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ 7ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങൾ ദ വേൾഡ് ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ ലോകമെന്നാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ കുറച്ച് നമ്മൾ പാർട്ടായിട്ടാണ് ഇടുന്നത്. എന്നിട്ട് ലാസ്റ്റിൽ ഫുൾ നോട്ടായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അകത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഓരോന്നാണ്. അതിന് മുമ്പേ ഈ ടെസ്റ്റ് ഒന്ന് നോക്കണേ. ഇത് കണ്ടോ, ദ വേൾഡ് ഓഫ് ചേഞ്ചസ്. നല്ലൊരു കോഴിക്കുഞ്ഞും അതിൻ്റെ ഇപ്പുറത്തൊരു മുട്ടയും അല്ലേ. കോഴിക്കുഞ്ഞ് ആ മുട്ടത്തോടിനകത്ത് ഇറങ്ങി വന്നിരിക്കുക അല്ലേ. വാസ് ഇറ്റ് സച്ച് ആൻ എഗ് ദാറ്റ് ടേൺഡ് ഇൻ ടു മീ അല്ലേ. അയ്യോ, ഇതുപോലുള്ള ഒരു മുട്ടയാണോ ഞാനായിട്ട് മാറിയത് എന്നാ ചോദിച്ചേക്കുന്നത്. അയ്യോ, ഈ മുട്ടയിൽ നിന്നാണോ ഞാനുണ്ടായത് അല്ലേ. വെളി വന്നു കഴിഞ്ഞതിന് ശേഷം ഈ കോഴിക്കുഞ്ഞ് ചോദിക്കുന്നത്, എൻ്റെ ദൈവമേ, ഈ മുട്ടക്കകത്ത് നിന്നാണോ ഞാൻ ഇറങ്ങി വന്നത്, അല്ല ഇതിനകത്ത് ഞാൻ എങ്ങനെ ഇരുന്ന് ഇല്ല, അയ്യോ എനിക്ക് ശ്വാസം മുട്ടത്തില്ലയോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം വരത്തില്ലയോ. ഈ മുട്ടക്കകത്ത് ഇല്ലേ വായുവില്ലാതെ ഞാൻ ശ്വാസം മുട്ടത്തില്ലയോ എന്നൊക്കെയുള്ള ചോദ്യം അത് അല്ലേ. അതിരുന്ന് ആലോചിക്കുന്നതാണ്. എന്താവും നിങ്ങളെ, വാസ് ഇറ്റ് സച്ച് ആൻ എഗ് ദാറ്റ് ടേൺഡ് ഇൻ ടു മീ. ഇതുപോലുള്ള ഒരു മുട്ടയാണോ ഞാനായിട്ട് മാറിയത്, ആ കോഴിക്കുഞ്ഞ് ചോദിക്കുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെ നോക്കിക്കേ. Did not you notice the picture? What a cute chick. Do you know how this chick came out? Was not it hatched from an egg? For an egg to hatch and become a chick, many changes must have occurred within the egg. അതായത് നമുക്ക് ഈ പടം കണ്ടല്ലോ, ഈ ചിത്രം ശ്രദ്ധിച്ചില്ലേ, എന്ത് ഭംഗിയുള്ള ഒരു കോഴിക്കുഞ്ഞാണ് അല്ലേ. എങ്ങനെയാണ് ഈ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെയാണ് ഈ കോഴിക്കുഞ്ഞ് ഈ മുട്ട തോടിനകത്തുനിന്ന് വെളിയിലോട്ട് വന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ അല്ലേ. മുട്ട വിരിഞ്ഞല്ലേ ഈ കുഞ്ഞു കോഴി പുറത്തേക്ക് വന്നത്. മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞായി മാറണമെങ്കിൽ മുട്ടയ്ക്കുള്ളിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവണമല്ലോ അല്ലേ. നമ്മളെല്ലാം മുട്ട കഴിക്കുന്നവരാ. നമ്മളെല്ലാം ഇല്ലെങ്കിൽ ഒരു 100ൽ 80% ആൾക്കാരും നിങ്ങളെ മുട്ട കഴിക്കുന്നവരാ അല്ലേ. ആ മുട്ട നമ്മൾ പൊട്ടിച്ച് ബുൾസൈ ആണെങ്കിലും അല്ലേ, ഓംലെറ്റ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനകത്തുള്ള ലിക്വിഡാണ് മഞ്ഞ കളറും വെള്ള കളറും ഒക്കെ ആയിട്ടാണ് അല്ലേ. പിന്നെ അത് എങ്ങനെ കോഴിക്കുഞ്ഞായി എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാവത്തില്ലയോ എന്നായിട്ടോ. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അതൊന്നും ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും ഇല്ല. അതായത് ഇവിടെ രൂപമാറ്റം സംഭവിച്ചില്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. ഒരു കോഴിമുട്ടയ്ക്കകത്തു നിന്നും കോഴിക്കുഞ്ഞ് വെളി വന്നു, അതിന് രൂപമാറ്റം സംഭവിച്ച് അത് വേറൊരു വസ്തുവായിട്ട് മാറി കേട്ടോ. അപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്ത് നോക്കിയേ. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് പെയർ? ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ട് ഓരോ ജോഡിയിലും നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ. നിങ്ങൾ ഇവിടെ ശർക്കര കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പൊടിച്ചെന്താണ് ശർക്കര പൊടിയായിട്ട് അങ്ങ് മാറ്റി അല്ലേ. പിന്നെ ഇപ്പുറത്തോ ബീൻസ്, ഒരു പയറാണ് കൊടുത്തിരിക്കുന്നത്. ആ പയർ ഏതാണ്ട് ഇപ്പുറത്ത് മുളച്ച് വന്ന് നിൽപ്പുണ്ട്. അടുത്തത് മേഘങ്ങളെല്ലാം കൂടെ കൂടി അല്ലേ. ഇപ്പം മഴ പെയ്യുന്ന രീതിയിൽ നിൽക്കുക, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന എന്ത് രൂപമാറ്റമാണ് സംഭവിച്ചത്? ജാഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയാണ് കുഞ്ഞുങ്ങളെ. അത് എന്ത് ചെയ്യുന്നു, ക്രംബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് നമ്മളങ്ങ് പൊടിക്കുക. ക്രംബിൾസ് എന്ന് വെച്ചാൽ അതങ്ങ് പൊടിച്ചു മാറ്റി. കട്ട ശർക്കര നമ്മൾ പറയത്തില്ല, നമ്മൾ ഇങ്ങനെയാണോ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ വയ്ക്കുമ്പോൾ ഇതുപോലെ ഇട്ടാണോ കുഞ്ഞുങ്ങളെ നമ്മൾ വല്ല ഉണ്ടാക്കുന്നതല്ല, ഇതിനെ അങ്ങ് പൊടിക്കും അല്ലേ. പൊടിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്, ക്രംബിൾസ് കേട്ടോ. അടുത്ത പയർ വിത്ത് ബീൻസ് അല്ലെ. പയർ അല്ലേ, നമ്മൾ തോരൻ വെക്കുന്ന പയറൊക്കെ ഇല്ലേ, ബീൻസ് ഇല്ലേ. ആ ബീൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുമോ, അത് ജെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്പ്രോട്ട് ഔട്ട്, അത് പൊട്ടി മുളച്ച് വരുന്നു അല്ലേ. പിന്നെ മേഘം അല്ലേ, ക്ലൗഡ്സ് റെയിൻ ആയിട്ട് മാറുന്നു. നമുക്ക് നോട്ടുണ്ട് കേട്ടോ. അടുത്ത അതിൻ്റെ തൊട്ട് താഴെ ഒബ്സർവ് യുവർ സറൗണ്ടിങ് ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾ ഓഫ് സിമിലർ ചേഞ്ച് റൈറ്റ് ഇൻ യുവർ സയൻസ്. ഇനി ഇത് മാത്രമേ ഉള്ളൂ, ഇതുപോലെയുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, അല്ല വേറെയും മാറ്റങ്ങളുണ്ട് അല്ലേ. മാറ്റങ്ങൾ പല വിധമുണ്ട് കേട്ടോ. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന സത്യത്തിൽ കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും കുഞ്ഞുങ്ങളെ കേട്ടോ. ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ ഭൗതിക മാറ്റവും
കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസമാറ്റവും. ഇങ്ങനെയുള്ള 2 മാറ്റങ്ങളെ അല്ലെ 2 ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിനുവേണ്ടി അവരൊരു തുടക്കത്തിൽ ഇങ്ങനെ വരിക, നിങ്ങൾ ജാഗറിയെ നിങ്ങൾ പൊടിക്കുമ്പോൾ ജാഗറിയുടെ പൊടിയാകുന്നു അല്ലേ, ശർക്കര പൊടിയാകുന്നു. ബീൻസ് നമ്മൾ പൊടിക്കുമ്പോൾ ബീൻസ് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കിടന്ന് കിളിക്കുന്നുണ്ട്. ക്ലൗഡ്സ് കാർമേഘം വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് മഴയായിട്ട് പെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഇനി അത് മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേറെ അറിയാവുന്നതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാംഗോ അല്ലേ, മാങ്ങ എന്തായിരുന്നു, റൈപ്പൻസ് അല്ലേ, എന്താ അതിൻ്റെ പുളിപ്പ് അല്ലേ, അത് പുളിപ്പല്ല, ഇവിടെ പഴുക്കുകയാണ്. റെപ്പൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഴുക്കുന്നുണ്ട്, മാങ്ങ പഴുക്കുന്നുണ്ട്. പിന്നെ പക്ഷികളൊക്കെ ആണെങ്കിൽ അത് പറക്കുന്നുണ്ട്. ജീവികളൊക്കെ ആണെങ്കിൽ അവ ജനിച്ച പഴുതി അങ്ങിരിക്കുവാന്നോ. ഇപ്പം നമ്മളായ തന്നെ ജനിച്ച പോലെയാണോ കുഞ്ഞുങ്ങളെല്ലാം വളർന്ന് അല്ലേ, വളർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. നമ്മുടെ ശരീരം തന്നെ എടുത്തു നോക്കിയേ, നമ്മൾ പണ്ട് ജനിച്ച പോലെയാണോ ഇരിക്കുന്നത്, മാറ്റങ്ങളുണ്ട് അല്ലേ. അതുപോലെ ഓരോ ജീവനുള്ള വസ്തുക്കളിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങളെ, മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ചേഞ്ചസ് ആർ മെനി, മാറ്റങ്ങൾ പലവിധമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഓരോ ജോഡിയിൽ നിങ്ങൾ കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒബ്സർവ് ദ പിക്ചർ ഗിവൻ ബിലോ. വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് പെയർ? ജാഗറി ക്രംബിൾസ് ആകുന്നു അല്ലേ, ശർക്കര പൊടിയുന്നു. ബീനിൻ്റെ സീഡ് അല്ലേ, അതെന്തോ ജെർമിനേറ്റ് ആകുന്നു. പയർ വിത്ത് മുളയ്ക്കുന്നു. സ്പ്രോട്ട് ഔട്ട്. ക്ലൗഡ്സ് റെയിൻ, മേഘം മഴ പെയ്യുന്നു. നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് ഇതുപോലെയുള്ള മാറ്റങ്ങൾ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. ഒബ്സർവ് യുവർ സറൗണ്ടിങ് ആൻഡ് ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ സിമിലർ ചേഞ്ചസ്. റൈറ്റ് ദം യുവർ സയൻസ് ഡയറി. മാംഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, അത് എന്താ റൈപ്പൺസ് അല്ലേ, എന്താ മാങ്ങ അത് പഴുക്കുന്നു. പിന്നെ ഗീ എന്ന് വെച്ച് നെയ്യ് അത് ഉരുകി മാറുന്നുണ്ട്. ഐസ് അല്ലേ, ഐസ് എന്ന് വെച്ചാൽ എന്താ, ഐസ് കട്ടയില്ലേ നമ്മുടെ ഫ്രീസറിൽ വെക്കുന്നത്, അത് ഇച്ചിരി നേരം വെളി വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മാറുന്നു. മിൽക്ക് അല്ലേ, മിൽക്കിനകത്ത് എന്തായിട്ട് ഇച്ചിരി കേർഡ് ഇച്ചിരി തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ, അത് മാറ്റം സംഭവിക്കുന്നൊരു വസ്തു അല്ലേ. കേർഡ്. ബഡ് എന്ന് വെച്ചാൽ എന്താ, പൂവിൻ്റെ മൊട്ട് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, പൂവായിട്ട് മാറുന്നു. ഇതെല്ലാം മാറ്റങ്ങളാണ് അല്ലേ. ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ആണോ? ആണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ചേഞ്ചസിനെ കുറിച്ചാണ് ഞങ്ങൾ. ഗിവ് 2 എക്സാമ്പിൾ ടു. അതിന് 2 ചേഞ്ചുകളുണ്ട്. അതായത് നമ്മളൊരു വസ്തുവിന് രൂപമാറ്റവും സംഭവിക്കാം, അവസ്ഥാമാറ്റവും സംഭവിക്കാം കേട്ടോ. രൂപമാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ രൂപം മാറ്റിയെടുക്കുന്നു. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എന്താ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം ലിക്വിഡാണ് അല്ലേ. ലിക്വിഡ് എന്ന് വെച്ചാൽ എന്താ, ദ്രാവകമാണ് അല്ലേ. മലയാളത്തിൽ അത് ദ്രാവകമാണ് കുഞ്ഞില്ലേ, ലിക്വിഡ്. ഈ ലിക്വിഡിനെ നമ്മൾ ഫ്രിഡ്ജിനകത്തിലെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ എന്തായിട്ട് അത് മാറും, കട്ടിയുള്ളതായിട്ട് മാറും അല്ലേ. എന്ന് വെച്ചാൽ അത് സോളിഡായിട്ട് മാറും അല്ലെ, ഖരരൂപത്തിലോട്ട് അത് മാറും. ആണല്ലോ. ഈ വെള്ളത്തിനെ നമുക്ക് പല മാറ്റങ്ങളും സംഭവിക്കാം കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ പഠിക്കാനുണ്ട്. ജലത്തിനെ നമ്മൾ ഇച്ചിരി വെള്ളം നമ്മൾ എടുക്കുക, ആ വെള്ളത്തിനെ നമ്മൾ ഫ്രീസറിൽ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു നിങ്ങളെ, സോളിഡ് അല്ലെങ്കിൽ ഖരരൂപത്തിലോട്ട് അത് മാറുന്നു. ഇനി ആ വെള്ളം കുറച്ച് നേരം എടുത്ത് നമ്മൾ ഗ്യാസിലല്ലേ അടുപ്പിലല്ലേ ചൂടാക്കുമ്പോൾ എന്താ നിങ്ങളെ, കുറേ നേരം ഇട്ട് ഇങ്ങനെ ചൂടാക്കി അതിൽ നിന്ന് ആവി അല്ലേ മുകളിലോട്ട് അതിൻ്റെ എന്താ ഇവാപ്പറേറ്റ് അല്ലേ, അത് ആവിയായിട്ട് മേപ്പോട്ട് പോയി എന്താ അത് ഗ്യാസായിട്ട് അങ്ങ് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വെള്ളത്തിന് 3 സ്റ്റേജുകളുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ 3 സ്റ്റേജുകളുണ്ട് എന്ന് പറയുന്നത്. ഗിവ് 2 എക്സാമ്പിൾ ഓഫ് ചേഞ്ചസ് ഇൻ ഷേപ്പ് ഉണ്ട്, അതായത് രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. ചേഞ്ചസ് ഇൻ സ്റ്റേറ്റ്, അവസ്ഥാമാറ്റം സംഭവിക്കുന്നുമുണ്ട് കേട്ടോ. രൂപത്തിനും മാറ്റം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം പറയാം. നമ്മളൊരു ഗ്ലാസ്സിനകത്തിലോട്ട് വെള്ളം എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് രൂപമാറ്റം, നമ്മൾ ഏതൊരു വസ്തുവിൻ്റെ ഷേപ്പിലാണോ അത് വെക്കുന്നത് ആ ഷേപ്പിലായിരിക്കും അത് കിട്ടുന്നത് അല്ലേ. അതിന് രൂപമാറ്റം നമുക്ക് വരുത്താം. ഇനിയോ അവസ്ഥയിലും അതിന് മാറ്റം വരുത്താം അല്ലേ. ഓരോ അവസ്ഥ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാം. അതിൻ്റെ തൊട്ട് താഴെ ചേഞ്ച് ആർ മെനി എന്ന് പറയുന്നത് കൊടുത്തേക്കുന്നതാണെന്നുള്ള മാറ്റങ്ങൾ പലവിധമുണ്ട്. ഓക്കെ. ഒബ്സർവ് സം ഹാൻഡിക്രാഫ്റ്റ്സ് മെയ്ഡ് ഫ്രം ബാഗ്സ് ആൻഡ് പേപ്പർ. നമുക്ക് മെഴുകും പേപ്പർ എന്നിവ കൊണ്ടുണ്ടാക്കിയ ചില കരകൗശല വസ്തുക്കൾ നിരീക്ഷിക്കുക. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ണ്ടോ എന്തൊക്കെ ഉപയോഗിച്ചത്, വാക്സ്, മെഴുകുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, മെഴുകും പേപ്പറും വെച്ചാണ് ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊന്ന് റഫായിട്ട് അറിഞ്ഞിരിക്കണേ കേട്ടോ. ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് അല്ലെ ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ ചെന്നു. ഓക്കെ. ആർ നോട്ട് യു ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് സച്ച് ഹാൻഡിക്രാഫ്റ്റ്സ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഇത്തരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പിന്നല്ല അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്ത അല്ലേ. ഇച്ചിരി സമയം കിട്ടിയാലെല്ലാം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പണിക്കാൻ പോകുന്നത് അല്ലേ നിങ്ങളെ. നമുക്കൊന്ന് ചെയ്ത് നോക്കിയായോ? നോക്കിയേ. മെറ്റീരിയൽസ് റിക്വയർഡ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെ, ആവശ്യമുള്ള സാമഗ്രികൾ എന്തൊക്കെ വേണം? കളർ
കളർ ക്ലേ വേണം. ക്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിലെ ക്ലേ വേണമെന്നാണ് പറയുന്നത് കേട്ടോ. കളർ ക്ലേ നിങ്ങൾക്ക് അറിയാമോ? കളർ കൊണ്ടുണ്ട് ക്ലേ ഇപ്പം മേടിക്കാൻ കിട്ടുമല്ലോ അല്ലേ. കളർ ക്ലേ വേണം. പിന്നെ കളർ പേപ്പർ വേണം. പിന്നെ ചാർട്ട് പേപ്പർ, അതൊക്കെ നമുക്കിപ്പോൾ അറിയാം അല്ലേ. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്കറിയാം ചാർട്ട് പേപ്പർ വേണം. പിന്നെ കുറേ മുത്തുകൾ, ബീഡ്സുകൾ കേട്ടോ, മുത്ത് വേണം. പിന്നെ ഇതിൻ്റെ കണ്ണൊക്കെ വെക്കാനേ എൻ്റെ മുത്ത് കണ്ടോ കൊടുത്തേക്കുന്നത്, കണ്ണൊക്കെ മുത്തുകൾ വേണം. സിസേഴ്സ്, കത്രിക വേണം. പിന്നെ സ്കെച്ച് പേന ഉണ്ടെങ്കിൽ കളറാണ്ട് ഇതിലൊക്കെ കളർ കൊടുക്കാൻ സ്കെച്ച് പേന വേണം. ഇതൊക്കെ വേണം. കളർ ക്ലേ വേണം, കളർ പേപ്പർ വേണം, ചാർട്ട് പേപ്പർ വേണം, മുത്ത് വേണം, കത്രിക വേണം, സ്കെച്ച് പേന വേണം. എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. Using the materials provided, try to make the object shown in the picture, display them in the class. ഇവിടെ നൽകിയിരിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്ന രൂപങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങൾ നിങ്ങളൊന്ന് ഉണ്ടാക്കണേ നിങ്ങൾ പിന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ നിങ്ങൾ എന്താണ് ഉണ്ടാക്കി സക്സസ് ആയത് കേട്ടോ. ഇങ്ങനെ വല്ല ചിത്രശലഭമോ പാമ്പോ ഒക്കെ ഉണ്ടായി സക്സസ് ആയതൊന്ന് പറയണേ കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയ കരകൾ but change have occurred to each materials you used. നിങ്ങൾ ഉപയോഗിച്ച ഓരോ വസ്തുവിനും എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് പറയണം കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ച വസ്തുക്കൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന് പറയണം. കളർ ക്ലേ, കളർ പേപ്പർ, കളർ ചാർട്ട് പേപ്പർ. ഇൻ ദ കേസ് ഓഫ് കളർ ക്ലേ വാട്ട് ഈസ് ദ സബ്സ്റ്റൻസ് ഓർ ഇറ്റ്സ് ഷേപ്പ് ദാറ്റ് ചേഞ്ച്. അതായത് നമ്മൾ ഈ കളർ ക്ലേയും കളർ പേപ്പർ എന്നിവയൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള പദാർത്ഥത്തിനാണോ അതിൻ്റെ രൂപത്തിനാണോ മാറ്റം വന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഈ പദാർത്ഥങ്ങളെല്ലാം അത് തന്നെ അല്ലായിരുന്നോ ഇല്ലയോ? നമ്മളെടുത്ത ക്ലേയും മറ്റേതും അതൊക്കെ തന്നെയാണ്. പക്ഷെ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ചേഞ്ച് ആക്കി അല്ലേ. ഓരോന്നും ഓരോ രീതിയിലോട്ട് നമ്മൾ മാറ്റി അല്ലേ, ചേഞ്ച് അല്ലേ. പദാർത്ഥത്തിൻ്റെ രൂപത്തിന് നമ്മൾ എന്ത് ചെയ്തു? മാറ്റങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. ഇപ്പോൾ ക്ലേ നമ്മൾ പച്ച കളറിലെ ക്ലേ മേടിച്ചു, അതിനെ നമ്മളൊരു ഷേപ്പ് ആക്കിയെന്നല്ല ഉള്ളോ അല്ലേ, അതിൻ്റെ രൂപമാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. സംഭവം അതൊക്കെ തന്നെ അല്ലേ. അതാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, ഞങ്ങളെ അടുത്ത് നോക്കിയാൽ വാട്ട് ചേഞ്ചസ് ഒക്വേർഡ് വെൻ ഹാൻഡിക്രാഫ്റ്റ്സ് കാണാൻ പറ്റുന്നുണ്ടോ? വാട്ട് ചേഞ്ചസ് ഒക്വേർഡ് വെൻ ഹാൻഡിക്രാഫ്റ്റ്സ് വെയർ മെയ്ഡ് യൂസിങ് ചാർട്ട് പേപ്പർ ആൻഡ് കളർ പേപ്പർ. ഇതുപോലെ ചാർട്ട് പേപ്പറും കളർ പേപ്പറും ഉപയോഗിച്ച് കരവസ്തുക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നിട്ട് ഓരോ സന്ദർഭത്തിലും പദാർത്ഥങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ചർച്ച ചെയ്യുക എന്നാണ് കേട്ടോ. പിന്നെയോ ഡസ് ദ സബ്സ്റ്റൻസ് ചേഞ്ച് ഇൻ ഈച്ച് കേസ് ഡിസ്കസ്. ഓരോ സന്ദർഭത്തിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു തന്നെയല്ലേ വ്യത്യസ്ത ആകൃതിയിലേക്ക് മാറ്റം വന്നിരിക്കുന്നത്. ഈസ് ഇൻ ദ സെയിം സബ്സ്റ്റൻസ് കളറുടെ ഡിഫറൻറ്റ് ഷേപ്പ് ഇൻ ഈച്ച് ഓഫ് ദീസ് സിറ്റുവേഷൻസ്. അതിനകത്തിലങ്ങ് പഠിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ചിറിപ്പഞ്ഞു പോകുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇത് എവിടെ പോവുക അല്ലേ, അങ്ങനൊരു ചോദ്യം വരത്തില്ലേ? ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല കുഞ്ഞുങ്ങളെ. ഇത് നമ്മളിപ്പോൾ ചാർട്ട് പേപ്പറും കളർ പേപ്പറുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മുമ്പ് കാണിച്ച പോലെ കുറേ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക. അപ്പം ഓരോ സന്ദർഭത്തിലും പദാർത്ഥത്തിന് മാറ്റം ഉണ്ടാകാറുണ്ടോ? നമ്മളിപ്പോൾ ഇതുണ്ടാക്കുമ്പം അത് തന്നെയാണോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകുക? അപ്പോൾ അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓരോന്ന് ചെയ്യുമ്പോഴും അത് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഓരോ സന്ദർഭത്തിലും നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിച്ച വസ്തു തന്നെയല്ലേ. ഇപ്പോൾ ഇതിൻ്റെ എടുത്ത ക്ലേ നമ്മൾ ആദ്യമേ ഒരു പാമ്പ് പണിയാൻ എടുത്തിട്ട് അത് തന്നെ അങ്ങല്ല, നമ്മൾ അതിനെ വീണ്ടും എന്ത് ചെയ്തു? കുഴച്ച് വേറെ ഏതെങ്കിലും ഷേപ്പ് ആക്കാൻ പറ്റുമോ ഇല്ലയോ? ഇത് കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ആക്കണമെന്നല്ലേ. ഇപ്പോൾ അത് ഈ ക്ലേയുടെ കൂടെ തന്നെ ആ ഷേപ്പിലോട്ട് മാറ്റത്തക്ക സാധനങ്ങളും അതിൽ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ എൻ്റെ ചേച്ചിയുടെ ഒരു മോൻ വന്നപ്പോൾ ഇത് ക്ലേ വേണമെന്ന് പറഞ്ഞപ്പോൾ മേടിച്ചപ്പോൾ അതിനകത്തിൽ തന്നെ ഉണ്ടോ നിങ്ങളെ ബട്ടർഫ്ലൈയുടെയും പിന്നെന്താ എന്തൊക്കെയോ കുടുങ്ങിയിരിക്കുന്നത് അതൊക്കെ കുറേ അതിനകത്ത് അയാൾ ഇത് കളിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിനകത്ത് നമുക്ക് ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം? അതിനെ മാറ്റാൻ പറ്റും കേട്ടോ. അത് നല്ലപോലെ ഒന്ന് പഠിക്കുക എന്നല്ല, അതൊന്നും അറിയുക എന്നുള്ളതാണ്. മാറ്റങ്ങൾ, ഒരു വസ്തുവിലെ മാറ്റങ്ങളെക്കുറിച്ചൊന്ന് അറിയുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇനി പഠിക്കുന്നത് ചേഞ്ചസ് ഇൻ ഷേപ്പുകളാണ്. ഇവിടെ നോക്കൂ നിങ്ങളെ, ഒരു വാട്ടർമെലൺ, ഒരു തണ്ണിമത്തങ്ങ എടുത്തിട്ട് നോക്കിക്കേ, നല്ല കഴിക്കാൻ പരുവത്തിന് നല്ല ചെത്തിയും അല്ലേ, നല്ല ഇതിനെ എടുത്താൽ ഓരോ പീസ് 3 പേർക്ക് എടുത്ത് 3 പീസായിട്ട് വെച്ചിട്ടുണ്ട്, എടുത്താൽ കഴിച്ചാൽ മതി അല്ലേ. അതുപോലെ നോക്കൂ നിങ്ങളെ, ഇവിടെ ഒരു തടി ഇന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇതിനെ നമ്മൾ വേറൊരു ഷേപ്പിലോട്ട് മാറ്റി എന്നാണ് സംഭവം. അത് തന്നെയല്ലേ, തണ്ണിമത്തങ്ങ തന്നെയല്ലേ, അല്ലെ വാട്ടർമെലൺ അല്ലേ. അതിനെ എന്ത് ചെയ്തു? അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി, അതായത് മുറിച്ച് മാറ്റി വെച്ചു. സംഭവം അത് തന്നെ, ഷേപ്പ് ഒന്ന് മാറ്റി വെച്ചു. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ ഈ തടിയാണ് അല്ലേ, വലിയൊരു പീസ് തടി ഇരിപ്പുണ്ട്. ആ തടി വെച്ച് തന്നെയല്ലേ നമ്മൾ എന്ത് ചെയ്തത്? ഈ കസേര ഉണ്ടാക്കിയത് അല്ലേ. അതിനകത്ത് വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഒരു മാറ്റവും ഇല്ല. ആ തടി വെച്ച് തന്നെയാണ് ഈ കസേരകളും ഡെസ്കും ബെഞ്ചും അതും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ഈ കുപ്പി എന്താ താഴെ വീണ് അലഞ്ചം പുറഞ്ചം പൊട്ടി ചുറ്റി കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആ കുപ്പി തന്നെയാണ് അവിടെ പൊട്ടി ഇതായിട്ട് കിടക്കുന്നത്. ഇനി ഇവിടെ
പൈപ്പിനെ ചൂടാക്കി വേറൊരു പൈപ്പിനകത്തോട്ട് തന്നെ ഇത് ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതും എന്താണ് സംഭവം ഇത് തന്നെയാണ്. അതിനെന്താ നമ്മൾ അതിനെ ഒന്ന് രൂപമാറ്റം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ചേഞ്ചസ് ഇൻ ഷേപ്പിനൊരു മാറ്റം കൊടുത്തു എന്നേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. ചേഞ്ചസ് മേളിൽ ഹെഡിങ് എടുത്തേക്കുന്നുണ്ടോ, ചേഞ്ചസ് ഇൻ ഷേപ്പ്. എക്സാമിൻ ദ പിക്ചർ ഗിവൺ ബിലോ വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ദ ഒബ്ജക്റ്റ് ഈച്ച് സിറ്റുവേഷൻ കേട്ടോ. എന്ന് വെച്ചാൽ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ചിട്ട് ഓരോ സന്ദർഭത്തിലും വസ്തുവിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്നാണ് നോക്കിയേ. നമ്മൾ ഓരോന്നിനെയും മാറ്റം വരുത്തിയേക്കുന്നത് കണ്ടോ. ഇനിയും എന്താ ആർ ഓൾ ദ ചേഞ്ചസ് ഷോ ഇൻ ദ പിക്ചർ സിമിലർ ഡിസ്കസ്. ചിത്രത്തിൽ കാണുന്ന മാറ്റങ്ങളെല്ലാം ഒരുപോലെയാണോ കുഞ്ഞുങ്ങളെ, മാറിയിരിക്കുന്നത് ഒരുപോലെയാണോ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തണ്ണിമത്തങ്ങ അതുപോലെയാണോ നമ്മൾ അതിൻ്റെ മാറ്റങ്ങളുള്ളൂ അല്ലേ, രൂപമാറ്റം സംഭവിച്ചു എന്നാണ് ഇതിനെല്ലാം പറയുന്നത്. ആ വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു വസ്തുവിലോട്ട് ആ രൂപമാറ്റം നടത്തി ചേഞ്ചസ് ഇൻ ഷേപ്പിലൊന്ന് മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. എന്നാൽ അവസ്ഥാ മാറ്റമുണ്ട് കേട്ടോ. എന്നാൽ സ്റ്റേറ്റിന് ഇനി നമ്മൾ പഠിക്കുന്ന രണ്ടെണ്ണമാണ് ചേഞ്ചസ് ഇൻ ഷേപ്പും ചേഞ്ചസ് ഇൻ സ്റ്റേറ്റും. ആ രണ്ടെണ്ണത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. രൂപമാറ്റവും സംഭവിക്കുന്നുണ്ട്, അവസ്ഥാമാറ്റവും സംഭവിക്കുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. രൂപത്തിനുണ്ടാകുന്ന മാറ്റങ്ങളാണ്, നമ്മൾ ഏതൊരു വസ്തുവിൻ്റെയും രൂപത്തിന് മാറ്റം വന്നു, അത് മാത്രമല്ല നിങ്ങൾ ഇനി അതിൻ്റെ അവസ്ഥയിൽ മാറ്റങ്ങളുണ്ട്. ഓക്കെ, ഹാവ് നോട്ട് യു ലേൺഡ് ദ ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഇൻ ദ പ്രീവിയസ് ക്ലാസ്, ട്രൈ ടു റിട്ടേൺ ദം. അതായത് ജലത്തിൻ്റെ അവസ്ഥകൾ, നമ്മൾ ഈ വെള്ളം മുമ്പ് നമ്മൾ പറഞ്ഞില്ലയോ, വെള്ളത്തിൻ്റെ പല അവസ്ഥകൾ നമ്മൾ പഠിച്ചു. 3 അവസ്ഥയുണ്ട് കുഞ്ഞുങ്ങളെ ജലത്തിന്: ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. വെള്ളത്തിനെ നമുക്ക് എന്താ വേറെ ഒന്നിനെ അതുപോലെ പറ്റത്തില്ല, വെള്ളത്തിനെ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. യൂണിവേഴ്സൽ സോൾവെൻ്റ് അല്ലേ, അതുകൊണ്ട് അറിയപ്പെടുന്ന എന്താ വെള്ളത്തിനെ. അതൊക്കെ പോട്ടെ. അപ്പം ഖരമായിട്ടും എന്ന് വെച്ചാൽ കട്ടിയുള്ളതായിട്ട് നമുക്ക് വെള്ളത്തിനെ മാറ്റാം അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ടിയുള്ള സോളിഡായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് നേരം അത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡ് അല്ലേ, ദ്രാവകമായിട്ട് മാറും. നമ്മൾ അടുപ്പിൽ വെച്ച് നല്ലപോലെ തീ കത്തിച്ച് കൊണ്ടിരുന്നാൽ അതെന്താ ഗ്യാസ് ആയിട്ട് മാറും. ഈ 3 സ്റ്റേറ്റ് 3 അവസ്ഥാ മാറ്റങ്ങൾ നമുക്കെന്താ ജലത്തിൻ്റെ അവസ്ഥാ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, നോട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് നോക്കാം. ഗിവ് ടു എക്സാമ്പിൾ നോക്കിക്കേ. നമ്മൾ 2 ചേഞ്ചസ് ഇൻ ഷേപ്പ്, രൂപമാറ്റം. നമ്മൾ പറഞ്ഞു 2 ഉണ്ട്, 2 മാറ്റങ്ങളുണ്ടെന്ന് പറഞ്ഞു. ചേഞ്ചസ് ഇൻ ഷേപ്പ്, രൂപത്തിൽ മാറ്റമുണ്ട്. ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റ്, അതായത് എക്സ്പാൻഡിങ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റിംഗ്. നമുക്കിപ്പോൾ തന്ന പടം നോക്കിയേ, നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി അതിനെ വലുതാക്കുന്നു. അതെന്താ കുഞ്ഞുങ്ങളെ, അവിടെ രൂപമാറ്റം, അതിനെ നമ്മൾ ഒന്നുകൂടെ രൂപമാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി കട്ടിങ് വാട്ടർമെലൻ, തണ്ണിമത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുന്നത് എന്താണ്, അതും ഒരു രൂപമാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി അവസ്ഥയിലുണ്ടായ മാറ്റം നോക്കിയേ. വാട്ടർ ചേഞ്ചസ് ടു വാട്ടർ വേപ്പർ, ജലം നീരാവിയായിട്ട് മാറുന്നു എന്ന് പറയുന്നത് എന്താ, അതവിടെ ചേഞ്ചസ് ഇൻ സ്റ്റേറ്റ് ആണ്, അവസ്ഥയിൽ മാറ്റം വന്നതാണ്. തിരിഞ്ഞു പോവല്ലേ. മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുകുരുകുന്നതോ കുഞ്ഞുങ്ങളെ, മെഴുക് അതും എന്താണ്, അവസ്ഥാ മാറ്റമാണ് കേട്ടോ. മെഴുകുരുകി എന്തായിട്ട് മാറുന്നു, ആ ലിക്വിഡായിട്ട് മാറുന്നു അല്ലേ, വെള്ളമായിട്ട് ഒഴുകി താപ്പോട്ട് വരുന്നത് കണ്ടോ. എന്നാൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പം തന്നെ എന്ത് ചെയ്യുന്നു, അത് വീണ്ടും പഴയ സ്ഥിതിയിലോട്ട് തന്നെ പോകുന്നുമുണ്ട്. അതാണ് ഈ മെഴുകിൻ്റെ പ്രത്യേകത. നമുക്ക് ഇതിനകത്തിൽ മെഴുകിനെ കുറിച്ച് കുറേ പഠിക്കാനുണ്ട് കേട്ടോ, അതൊന്ന് അറിയണേ. അപ്പോൾ ചേഞ്ചസ് ഓഫ് ഷേപ്പും ചേഞ്ചസ് ഓഫ് സ്റ്റേറ്റും ഒന്ന് അറിയണേ കുഞ്ഞുങ്ങളെ, എങ്ങനെയൊക്കെയാണെന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ജലത്തിൻ്റെ അവസ്ഥാ മാറ്റങ്ങൾ ഏതെല്ലാമാണ്, അത് ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ 3 എണ്ണമാണ്, 3 അവസ്ഥാ മാറ്റങ്ങളാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് കേട്ടോ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിനെക്കുറിച്ചൊന്ന് പറയാനാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ മെൽറ്റിംഗ് ഉണ്ട് അല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, വെള്ളം ഉരുക്കുന്നു, അതായത് സോളിഡ് ടു ലിക്വിഡ്. ഖരവസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം എടുത്ത് നമ്മൾ ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് വെള്ളം എടുക്കുക, ഫ്രീസറിൽ നിന്ന് ഐസ് ക്യൂബ് എടുക്കുക അല്ലേ. ഫ്രീസറിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ എന്താ, അത് മെൽറ്റായിട്ട് അങ്ങ് പോകുന്നു. മെൽറ്റിങ് അല്ലെങ്കിൽ ഉരുകുക, മെൽറ്റിങ്, അലിഞ്ഞു പോവുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. കുറച്ച് നേരം സോളിഡിനെ നമുക്ക് എന്താ ലിക്വിഡ് ആക്കാൻ പറ്റുന്നതിനെയാണ് ഈ മെൽറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവാപറേഷൻ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം അടപ്പേ വെച്ച് നല്ലതുപോലെ ചൂടാക്കുക, ലിക്വിഡ് അല്ലേ. അത് ഇച്ചിരി നേരം കഴിയുമ്പോൾ എന്താ, ഗ്യാസായിട്ട് അങ്ങ് പോവുക. ഇവാപറേഷൻ എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ മാറ്റങ്ങൾ പ്രധാനമായും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം എന്നാണ്. അതിനകത്തിൽ മെൽറ്റിങ് ഇത് നിങ്ങൾ എഴുതണ്ട കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. സോളിഡിനെ നമുക്ക് ലിക്വിഡ് ആക്കാൻ പറ്റും എന്ന് വെച്ചാൽ എന്താ, ഫ്രീസറിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്തിട്ട് കുറച്ച് നേരം വെളിയിൽ വെച്ചാൽ അത് മെൽറ്റിംഗ് ആയി പോകും കുഞ്ഞുങ്ങളെ, അലിഞ്ഞു പോകും. ഇനി ഇവാപറേഷൻ എന്ന് വെച്ചാൽ ലിക്വിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുത്ത് അടപ്പേ വെച്ച് നമ്മൾ നല്ലപോലെ തീ കത്തിച്ചാൽ അത് ഗ്യാസ് ആയിട്ട് ആ വെള്ളം മാറിപ്പോവും. ഇനി ലിക്വിഡ് ടു സോളിഡ്, ലിക്വിഡിനെ സോളിഡ് ആക്കാം, എന്താ, തണുപ്പിക്കാം. നമുക്ക് ഈ നമ്മൾ വെള്ളം എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ,
എന്താ സോളിഡായിട്ട് മാറത്തില്ലേ. ഇനി കണ്ടൻസേഷൻ എന്ന് പറയുന്നുണ്ട്, എന്താണെന്നറിയോ, ഗ്യാസ് ടു ലിക്വിഡ്, ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റുന്നതിനെയാണ്. അതായത് നീരാവി ഉണ്ടല്ലോ, നമ്മുടെ അന്തരീക്ഷത്തിലെ നീരാവി തണുത്ത് വെള്ളമായിട്ട് താപ്പോട്ട് വരുന്നു. മഴ പെയ്യുന്നില്ലേ, അത് അന്തരീക്ഷത്തിൽ മേളിൽ ചെന്ന് കാർമേഘത്തിൽ ചെന്ന് അത് തണുത്ത് എന്താ വെള്ളമായിട്ട് മാറും. ഗ്യാസ് ടു എന്താ ലിക്വിഡ്. ഇനി ബോയിലിംഗ് ഉണ്ട് കുഞ്ഞുങ്ങളെ, ലിക്വിഡ് ടു ഗ്യാസ്, എന്താ ലിക്വിഡിനെ ഗ്യാസ് ആക്കുന്നത് അല്ലേ. അത് നമ്മൾ മുമ്പേയും പറഞ്ഞായിരുന്നു, എന്താ ഈ ബാഷ്പീകരണം, ലിക്വിഡ് ടു ഗ്യാസ്. അങ്ങനെ ബോയിലിംഗ് ഉണ്ട്, കണ്ടൻസ്, ഇതെല്ലാം വെള്ളത്തിനെ നമുക്ക് എന്താ മാറ്റാൻ പറ്റുന്ന. ജലത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ കേട്ടോ. ഓക്കെ, നമ്മുടെ അടുത്ത് ഇപ്പം നമ്മൾ വായിച്ചത് പ്രകൃതിയും മറ്റ് ജീവജാലങ്ങളും ജലത്തിൻ്റെ അവസ്ഥാമാറ്റം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എഴുതാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ ഞങ്ങളെ, ഫോർമേഷൻ ഓഫ് റെയിൻ, മഴയുണ്ടാകുന്നു, മെൽറ്റിംഗ് ഓഫ് സ്നോ അല്ലെ മെൽറ്റിംഗ് ഓഫ് ഐസ്, മഞ്ഞും ഐസും ഒക്കെ ഉരുകുന്നു ഒക്കെ അതിൽ വരുന്നതാണ്. ഇനി നമ്മുടെ ടെസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ 3 നമ്മൾ പറയുന്നെങ്കിലും വെള്ളത്തിൻ്റെ 3 അവസ്ഥകൾ, ഖരം, ദ്രാവകം, വാതകം അല്ലേ. വെള്ളമാണ് നമുക്ക് തന്നിരിക്കുന്നത്, അപ്പുറവും ഇപ്പുറവും നമുക്ക് തന്നിട്ടില്ല. ഈ ജലം അല്ലെങ്കിൽ വെള്ളത്തിനെ നമ്മൾ ഖരരൂപത്തിലോട്ട് മാറ്റുകയെന്ന് വെച്ചാൽ ഐസാക്കി മാറ്റുക എന്നാണ്. എന്താ, വെള്ളം നല്ലതുപോലെ കൂളാക്കുമ്പോൾ, നല്ലതുപോലെ വെള്ളത്തിനെ തണുപ്പിക്കുമ്പോൾ നമുക്ക് ഐസായിട്ട് അല്ലെ ഖരമായിട്ട് മാറുന്നു. ഈ വെള്ളത്തിനെ നല്ലതുപോലെ ചൂടാക്കുമ്പോൾ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവിയായിട്ട് മാറുന്നു, അതായത് ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇത് നമ്മുടെ ടെസ്റ്റിലെ പേജ് നമ്പർ എത്ര കുഞ്ഞുങ്ങളെ, 119 മേളിൽ കിടപ്പുണ്ട്. ഇത് നല്ലപോലെ വരച്ച് പഠിക്കേണ്ടതാണ് കേട്ടോ. നല്ലതുപോലെ ഇത് വരച്ച് പഠിക്കണം. ഏത് 6ാമത്തെ. ഓക്കെ ആണല്ലോ. ഉണ്ട് ഈ പടം കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ കുറേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഷേപ്പ്, സൈസ് ആൻഡ് സ്റ്റേറ്റ് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ്. കൺസിഡർ ദ സിറ്റുവേഷൻസ് വി ഹാവ് ആൾറെഡി ഡിസ്കസ് ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ആണ് കേട്ടോ. ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ, ഭൗതിക മാറ്റങ്ങളാണ് കേട്ടോ. ഭൗതിക മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും ആ വസ്തു തന്നെ കിട്ടത്തുള്ളൂ. ഇനി പുതിയൊരു വസ്തുവാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇപ്പം പേപ്പർ നമ്മുടെ കയ്യിരിക്കുന്ന ഈ വെള്ള പേപ്പർ നമ്മളൊന്ന് കത്തിച്ചേ, നമുക്ക് ഈ പേപ്പർ തന്നെ ആണോ കിട്ടുന്നത്? അല്ല. എന്താ, ആഷ് അല്ലേ. ആഷ് എന്ന് വെച്ചാൽ എന്താ, ചാമ്പൽ അല്ലെങ്കിൽ ഇതിൻ്റെ പൊടിയാണ് കിട്ടുന്നത്. ഇത് തന്നെ ആണോ? അല്ല, വേറെ ഒരു വസ്തുവല്ലേ നമുക്ക് കിട്ടിയത്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെള്ളം നമ്മൾ അതിനെ 3 രീതിയിലോട്ടും കൺവേർട്ട് ചെയ്യാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അത് ഓർമ്മ വേണം കേട്ടോ. ഇനി അതിൻ്റെ ചോദിച്ചേക്കുന്നത് മേക്കിംഗ് വേരിയസ് ഷേപ്പ് യൂസിങ് ക്ലേ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആകൃതി, വലുപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത സന്ദർഭങ്ങൾ നോക്കൂ എന്ന് ടെസ്റ്റിലൊരു ചോദ്യമുണ്ട്. അതിനകത്തിലെ മേക്കിംഗ് വേരിയസ് ഷേപ്പ് യൂസിങ് ക്ലേ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. പിന്നെയോ നോക്കൂ നിങ്ങളെ, മേക്കിംഗ് വേരിയസ് ഷേപ്പ് യൂസിങ് ക്ലേ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. മേക്കിംഗ് ചെയർ യൂസിങ് വുഡ്, തടി ഉപയോഗിച്ച് നമ്മൾ കസേര ഉണ്ടാക്കുന്നു. നമ്മുടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ചോദ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തടി ഉപയോഗിച്ചിട്ട് കസേര ഉണ്ടാക്കുന്നു. കട്ടിംഗ് വാട്ടർമെലൺ ഇൻറ്റു പീസ്, തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കുന്നു. കൺവേർട്ടിംഗ് വാട്ടർ ഇൻറ്റു ഐസ്, ജലം ഐസാകുന്നു. എക്സ്പാൻഡിങ് പ്ലാസ്റ്റിക് പൈപ്പ് ബൈ ഹീറ്റിംഗ്, പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി വലുതാക്കുന്നു. ഇതെല്ലാം എന്താണെന്നറിയോ, ഇതൊക്കെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസിലാണ് വരുന്നതാണ് കേട്ടോ. ആകൃതി, ഇതിൻ്റെ ആകൃതിയും വലിപ്പവും അവസ്ഥ എന്നിവയെല്ലാം പദാർത്ഥങ്ങളുടെ ഗുണങ്ങളാണ് കേട്ടോ. അപ്പോൾ ചർച്ച ചെയ്താണ് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് മുമ്പ് പറഞ്ഞില്ലേ, വാക്സ് മെൽറ്റ് ആവുന്നത്, മെഴുക് ഉരുകുന്നതിനെ കുറിച്ചാവും ഞങ്ങൾ കേട്ടോ. മെഴുക് ഉരുകുന്നതിൻ്റെയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. did not the physical properties of the substance change in all the situations നമ്മൾ പറഞ്ഞത് അല്ലേ. എന്ന് വെച്ചാൽ എല്ലാ ഭൗതിക സ്വഭാവങ്ങളുടെ മാറ്റം വരുന്നതും എന്നാൽ പദാർത്ഥത്തിന് മാറ്റം വരാത്തതുമായ സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ. അതിനകത്തൊന്നും ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ല, വെറുതെ വായിക്കാൻ കേട്ടോ. വെൻ വാക്സ് മെൽറ്റ്, എങ്ങനെയാണ് മെഴുക് ഉരുകുന്നത്? ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പറയുന്നത് നിങ്ങളങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ടെസ്റ്റ് മൊത്തം വാരി വലിച്ചേർന്ന് നിങ്ങൾ പഠിക്കേണ്ടാവും കേട്ടോ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം ഞാൻ തരുന്നുണ്ട്. ഇവിടെ അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് വാക്സ് മെൽറ്റ് ആവും നിങ്ങൾ കേട്ടോ. വാക്സ് മെൽറ്റ്, മെഴുക് ഉരുകും. കാൻഡിൽ ഇസ് എ സോളിഡ്. ശരിയാ, മെഴുകുതിരി ഒരു ഖരവസ്തുവാ. മെഴുകുതിരി ഖരം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയണേ, സോളിഡ്, കട്ടിയുള്ളതിനെയായി ഈ ഖരം അല്ലെ സോളിഡ് എന്ന് പറയുന്നത്, കട്ടിയുള്ളത് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഈ ബുക്ക് ഇതൊരു ഖരമാണ് അല്ലേ. ഇതെല്ലാം കട്ടിയുള്ളതെല്ലാം ഖരമായിട്ട് എടുക്കണം കേട്ടോ. ലിക്വിഡ്, നമ്മുടെ വെള്ളം, പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ലിക്വിഡാണ് അല്ലേ, ദ്രാവകമാണ്. ഗ്യാസ് അല്ലേ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഗ്യാസിൽ വരുന്നത് അല്ലേ. കാൻഡിൽ ഈസ് എ സോളിഡ് ഈസ് നോട്ട് ഇറ്റ്. നമുക്കറിയാം മെഴുകുതിരി ഒരു ഖരവസ്തുവാണ് അല്ലേ. എന്നാലോ
അതിനെക്കുറിച്ചൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. എന്നിട്ട് മെഴുകിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? മെഴുകുതിരി ഒരു ഖരവസ്തുവാണ്. ഒരു മെഴുകുതിരി ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിക്കുക. മെഴുകുതിരിയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. മെഴുകിന് എന്ത് മാറ്റമാണ് അപ്പോൾ ഉണ്ടാകുന്നത്? അപ്പോൾ അത് നമ്മൾ എഴുതുക എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. നമ്മൾ അത്രയും വായിച്ച് കിടന്ന് ബുദ്ധിമുട്ടണ്ട. ഒരു ആക്ടിവിറ്റി ആയിട്ട് എഴുതണം. ടേക്ക് എ സ്മാൾ പീസ് ഓഫ് വാക്സ് ഇൻ എ സ്പൂൺ ആൻഡ് ഹീറ്റ് ഇറ്റ്. ഒരു സ്പൂണിൽ ചെറിയ ഒരു കഷ്ണം മെഴുകെടുത്ത് ചൂടാക്കുക. ഒരു സ്പൂണിൽ ചെറിയ ഒരു കഷ്ണം മെഴുകെടുത്തിട്ട് ചൂടാക്കുക. വാട്ട് ചേഞ്ച് ഹാസ് ഒക്കേർഡ് ടു ബി സ്റ്റേറ്റ് ഓഫ് ദ വാക്സ്? മെഴുകിൻ്റെ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അന്നേരം ആ മെഴുകിൻ്റെ അവസ്ഥയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ആ സോളിഡ് വാക്സ് ചേഞ്ച് ഇൻറ്റു മോൾട്ടൺ വാക്സ് അല്ലേ. കട്ടിയായിട്ടിരുന്ന ആ മെഴുക് എന്താ ചൂടാക്കിയപ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് അതങ്ങ് മാറുന്നു എന്നാണ് അല്ലേ. ഖരാവസ്ഥയിൽ നിന്ന് അതെന്താ നിങ്ങളെ മോൾട്ടൺ വാക്സ് ദ്രാവകാവസ്ഥയിലോട്ട് മാറുന്നു. അലോ ദ മോൾട്ടൺ വാക്സ് ടു കൂൾ ഫോർ വൈൽ നൗ വാട്ട് ചേഞ്ച് ഈസ് ഒക്കേർഡ് ഇൻ ഇറ്റ് സ്റ്റേറ്റ്? ഉരുകി ആ മെഴുക് അല്പനേരം തണുക്കാൻ അനുവദിക്കുക. അപ്പോൾ അവസ്ഥയ്ക്ക് എന്ത് മാറ്റുക? അത് ഇച്ചിരി നേരം ഉരുകി കഴിയുമ്പോൾ നമുക്കറിയാം മെഴുകുതിരിയുടെ കാര്യം അല്ലേ. ഉരുകി താപ്പോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതെന്താ കട്ടിയായിട്ട് അങ്ങ് മാറും അല്ലേ. മോൾട്ടൺ വാക്സ് ചേഞ്ച് ഇൻറ്റു സോളിഡ് സ്റ്റേറ്റ്. ദ്രാവകാവസ്ഥയിൽ നിന്ന് അതെന്താ ഖരാവസ്ഥയിലേക്ക് മാറുന്നു. അടുത്ത 6 ദ സോളിഡ് വാക്സ് ആൻഡ് ദ മോൾട്ടൺ വാക്സ് ദ സെയിം സബ്സ്റ്റൻസ്. ഖരാവസ്ഥയിലുള്ള മെഴുകും ഉരുകിയ മെഴുകും ഒരേ പദാർത്ഥമാണോ നിങ്ങളെ? ഖരാവസ്ഥയിലുള്ള കട്ടിയായിട്ടുള്ള ആ മെഴുകും ഉരുകിയ മെഴുകും ഒരേ പദാർത്ഥമല്ലേ? അതെ, മെഴുകാണ്. മെഴുക് ഉരുകിയപ്പോഴാണ് അത് താപ്പോട്ട് വന്നത്. താഴോട്ട് വന്നിട്ടും അത് മെഴുകായിട്ട് തന്നെ അല്ലേ നിൽക്കുന്നത്. വേറെ എന്തെങ്കിലും വസ്തുവായിട്ട് മാറിയോ? ഇല്ല. അപ്പോൾ എന്താ പറയുന്നത്? യെസ്, ദേ ആർ ദ സെയിം സബ്സ്റ്റൻസ്. അതെ, ഒരേ ഒരു പദാർത്ഥം, അത് ഒരേ പദാർത്ഥം തന്നെയാണ്. അതാണ് നമ്മുടെ ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ടെസ്റ്റിലെ ആക്ടിവിറ്റി ആട്ടോ. നോക്കിയേ, ഡിഡ് ദ ചേഞ്ച് ഇൻ വാക്സ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ സബ്സ്റ്റൻസ്? ഡിഡ് ഇറ്റ് ബിക്കം എ ന്യൂ സബ്സ്റ്റൻസ് ഓൺ കൂളിങ്? ഇവിടെ മെഴുകിനുണ്ടായ മാറ്റങ്ങൾ പുതിയ പദാർത്ഥം ഉണ്ടായോ? തണുത്തപ്പോൾ അത് പുതിയ പദാർത്ഥമായോ? എന്തെങ്കിലും പുതിയ പദാർത്ഥമല്ലോ ആയോ കുഞ്ഞുങ്ങളെ? ഇവിടെ ഇല്ല. എന്താ? ന്യൂ സബ്സ്റ്റൻസ് ഒന്നും അവിടെ പുതിയ പദാർത്ഥങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആ മെഴുകൊന്നും ഉരുകി താപ്പോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു രൂപമാറ്റം സംഭവിച്ചു അല്ലേ. അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇല്ല. നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് കൂളിങ്. പുതിയ പദാർത്ഥം അവിടെ ഉണ്ടായില്ല. തണുത്തപ്പോൾ പുതിയ പദാർത്ഥമൊന്നും മാറിയില്ല എന്നതാണ്. ഇനി ടെസ്റ്റിൽ ഉണ്ട് ഈ ബോക്സ് ആട്ടോ. അത് മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ടേബിൾ. കട്ടിങ് ദ വാക്സ് ഇൻറ്റു പീസ്. മെഴുക് മുറിക്കുക. അപ്പം എന്താണ് അവിടെ? മുറിച്ചപ്പോൾ അതിന് രൂപമാറ്റം, ഷേപ്പിന് മാറ്റം സംഭവിച്ചു. പക്ഷേ എന്താ മുറിച്ചാലും അതെന്താ കുഞ്ഞുങ്ങളെ? അത് സോളിഡാ, കട്ടിയുള്ളതല്ലേ. മെഴുകെടുത്ത് നമ്മൾ മുറിക്കുമ്പോഴും എന്താ? അത് സോളിഡാ, കട്ടിയുള്ളതാ. അത് ചൂടാക്കുമ്പോഴല്ലേ എന്ത് ചെയ്യുന്നുള്ളൂ? അത് വെള്ളമായിട്ട് ഉരുകി വരത്തുള്ളൂ. അതായത് ലിക്വിഡായിട്ട് മാറത്തുള്ളൂ അല്ലേ. സ്റ്റേറ്റ് ഏതവസ്ഥയാണ് അപ്പം? സോളിഡ് സ്റ്റേറ്റ് ആണ് കേട്ടാ, ഖരാവസ്ഥയാണ്. ഇനി ഹീറ്റ് വാക്സ്, മെഴുക് ചൂടാക്കുമ്പോൾ ഏതവസ്ഥയാണ് കുഞ്ഞുങ്ങളെ? മെഴുക് ചൂടാക്കുമ്പോൾ അത് എന്താ? ഓഫ് സ്റ്റേറ്റ്. അത് ഉരുകി അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാം. ഓഫ് സ്റ്റേറ്റ് അല്ലേ, അതിൻ്റെ ചേഞ്ച് മാറ്റം വരുന്നുണ്ട്. പക്ഷേ എന്താ? അത് ലിക്വിഡ് അവസ്ഥയിലോട്ട് മാറുന്നു. ഇനി കൂളിംഗ് മോൾട്ടൺ വാക്സ്, ഈ ഉരുകിയ മെഴുക് വീണ്ടും തണുപ്പിക്കുമ്പോഴോ അത് പിന്നെ എന്താ? ആ അവസ്ഥയിൽ ഉരുകിയ മെഴുക് ഉണ്ടാകുന്ന എന്താ? അത് എത്ര തുള്ളി നമ്മൾ മെഴുക് തപ്പോട്ട് ഉരുകി വരുന്നില്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്. ഏതാ? വീണ്ടും അത് സോളിഡായിട്ട് തന്നെ അങ്ങ് മാറുക കേട്ടോ. ഇത് മനസ്സിലാക്കി വേണം മെഴുകിൻ്റെ കാര്യം. ചോദ്യം മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ചാടി കയറി എഴുതി വെക്കരുത്. മെഴുകാന്നും പറഞ്ഞ് ഇരുന്ന് മെഴുകരുത് കേട്ടോ. മനസ്സിലാക്കി വേണം. ഒരു പദാർത്ഥത്തിന് അവസ്ഥാമാറ്റം സംഭവിക്കുമ്പോൾ താപോർജ്ജമായിട്ടുള്ള ബന്ധം എന്താണെന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ റിലേഷൻസ് ഓഫ് സബ്സ്റ്റൻസ് വിത്ത് ഹീറ്റ് എനർജി വെൻ ദ സബ്സ്റ്റൻസ് അണ്ടർഗോ എ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച്? ഹീറ്റ് എനർജി റിസീവ് ഓർ റിലീസ് ഡ്യൂറിങ് സ്റ്റേറ്റ് ചേഞ്ച്. കുഞ്ഞുങ്ങളെ, താപോർജ്ജം സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. താപോർജ്ജം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്, പുറത്തു വിടുകയും ചെയ്യുന്ന ഒന്നാണ് താപോർജ്ജം, ഹീറ്റ് എനർജി എന്ന് പറയുന്നത് കേട്ടോ. അത് ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, സൂചകങ്ങൾ. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ രീതി അനുസരിച്ച് മെഴുക് ചൂടാക്കിയപ്പോൾ എവിടെ പോയെന്നുള്ളത് മെഴുക് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാ മാറ്റങ്ങൾ നിരീക്ഷിക്കാൻ ഒരു പരീക്ഷണമാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അതിന് വേണ്ടുന്ന മെറ്റീരിയൽ റിക്വയർഡ്, അതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കുന്നില്ല. വാക്സ് വേണം, മെഴുക് വേണം, പിന്നെ ബോയിലിങ്ങിൻ്റെ ഒരു ട്യൂബ്. ഈ ട്യൂബ് കണ്ടോ? ഇതേലെ ഒരു ട്യൂബ് നിങ്ങളുടെ ലാബിൽ കാണും കേട്ടോ.
ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ വേണം. ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ, അത് പിടിക്കാൻ വേണ്ടുന്ന ഒരു ഹോൾഡർ വേണം. പിന്നെ കോട്ടൺ വേണം, തുണിയുണ്ടല്ലോ ചെറിയ തുണി, കോട്ടൺ തുണി. പിന്നെ ലാബ് അല്ലേ, ലാബ് ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ. കോട്ടൺ, ലാബ് ഇതൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോന്നറിയോ? ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ബോയിലിംഗ് ട്യൂബിൽ മെഴുകിൻ്റെ കഷ്ണം എടുത്തിട്ട് ലാബ് ഉപയോഗിച്ച് ചൂടാക്കുക. ലാമ്പ് ഉപയോഗിച്ച് ലാമ്പ് എന്നാവും നിങ്ങൾ കേട്ടോ, എന്ന് വെച്ചാൽ വിളക്ക് വെട്ടാൻ വേണ്ടേ, ലാബ് എന്നാ വെച്ച് കേട്ടോ. ലാമ്പ് ഉപയോഗിച്ച് ഇവിടെ നോക്കൂ നിങ്ങളെ, ചിത്രത്തിൽ കാണുന്നത് പോലെ ബോയിലിംഗ് ട്യൂബിൽ മെഴുക് കഷ്ണം എടുത്ത് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കുക. നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മൂട്ടാണ്ട് അങ്ങനെ ചൂടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ ബോയിലിംഗ് ട്യൂബിൻ്റെ വായ്ഭാഗം കോട്ടൺ ഉപയോഗിച്ച് അടയ്ക്കണം. എന്തെങ്കിലും ഒരു കോട്ടൺ പഞ്ഞിയോ ചെറിയൊരു പീസ് തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് എന്ത് ചെയ്യുമോ നിങ്ങൾ അതിൻ്റെ വായ്ഭാഗം അടയ്ക്കണം. ഈ പരീക്ഷണത്തിൽ മെഴുകിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നിരീക്ഷിക്കുക. ഉരുകിയ മെഴുക് വീണ്ടും ചൂടാക്കൂ, എന്ത് സംഭവിക്കും? ഉരുകി നിന്ന് ആ മെഴുകിനെ വീണ്ടും ചൂടാക്കണം. ബോയിലിംഗ് ട്യൂബിൽ ഈ ലാമ്പിൽ നിന്നും മാറ്റി അല്പനേരത്തിന് ശേഷം നിരീക്ഷിക്കുക. ഇപ്പോൾ എന്താണ് ഈ ബോയിലിംഗ് ട്യൂബിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്? ബോയിലിംഗ് ട്യൂബിലെ കോട്ടൺ എടുത്ത് നിരീക്ഷിക്കുക. കോട്ടണിലും ബോയിലിംഗ് ട്യൂബിലും മുകൾ ഭാഗത്ത് മെഴുകിൻ്റെ അംശങ്ങൾ കാണുന്നില്ലേ? വശങ്ങൾ നിരീക്ഷിക്കുക. എന്താണ് അതിന് കാരണം? എന്തൊക്കെയാണ് നമ്മൾ ചൂടാക്കുന്നത്? ഇവിടെ നമുക്ക് അതിന് കുറേ ഇൻഡിക്കേറ്ററും ഒക്കെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ? ഇത് ഒരു എക്സ്പെരിമെൻ്റ് ആട്ടോ, ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട. ഈ ഗ്ലാസ് എടുത്ത് ചൂടാക്കി ഇനി അത് പൊട്ടിത്തെറിച്ച് ദേഹത്തങ്ങ് കോരി ഒഴിക്കണ്ട, കേട്ടിരുന്നാൽ മതി കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെയുള്ള ചോദ്യം നോക്കുന്നില്ല. ചൂടാക്കുന്നതിന് മുമ്പ് ഈ മെഴുക് ഏതവസ്ഥയിലായിരുന്നു? വാട്ട് വാസ് ദ സ്റ്റേറ്റ് ഓഫ് ദ വാക്സ് ബിഫോർ ഹീറ്റിംഗ്? സോളിഡ് ആണ് കേട്ടോ. വാട്ട് ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് വെൻ ഹീറ്റഡ്? ചൂടാക്കിയപ്പോൾ അവസ്ഥയിലുണ്ടായ മാറ്റം എന്താണ്? അത് ലിക്വിഡായിട്ട് മാറി. ടു സ്റ്റേറ്റ് ദാറ്റ് ഡിഡ് ഇറ്റ് ചേഞ്ച് ഓൺ ഹീറ്റിംഗ് ഫർദർ? കൂടുതൽ ചൂടാക്കിയപ്പോൾ ഏതവസ്ഥയിലോട്ട് മാറി? ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറി, ദ്രാവകം വാതകമായിട്ട് മാറി. ടു വിച്ച് സ്റ്റേറ്റ് ഡിഡ് ദ വേപ്പറൈസ്ഡ് വാക്സ് ചേഞ്ച് ഓൺ ദ കൂളിംഗ്? തണുത്തപ്പോൾ മെഴുക് ബാഷ്പം ഏതവസ്ഥയിലായി? തണുത്തപ്പോൾ അത് ഖരം സോളിഡായിട്ട് മാറി. ഡിഡ് ദ വാക്സ് ടേൺ ഇൻ ടു ന്യൂ സബ്സ്റ്റൻസ് വെൻ ഇറ്റ് സ്റ്റേറ്റ് ചേഞ്ച്ഡ്? അവസ്ഥയിൽ വന്ന മാറ്റം മെഴുക് പുതിയ പദാർത്ഥമായിട്ട് മാറിയോ? അവസ്ഥയിൽ ആ മെഴുക് പുതിയതായിട്ട് വല്ലതും മാറിയോ? നോ, ഇല്ല അല്ലേ, പഴയതായിട്ട് തന്നെയാണ്. ഈസ് ദ ചേഞ്ച് ദാറ്റ് ഒക്കേർഡ് ടു ദ വാക്സ് പെർമനന്റ് ഓർ ടെമ്പററി? ഈ മെഴുകിനുണ്ടായ മാറ്റം അത് സ്ഥിരമായിട്ടുള്ള മാറ്റമാണോ അതോ താൽക്കാലികമായിട്ടുണ്ടായ മാറ്റമാണോ കുഞ്ഞുങ്ങളെ? താൽക്കാലികമായിട്ടുള്ള മാറ്റമാണ് അല്ലേ. മെഴുക് ഉരുകി വീഴുന്നത് ഒരു താൽക്കാലിക മാറ്റമാണ്. വീണ്ടും അത് ചൂടാകുമ്പോൾ വീണ്ടും അത് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനം അല്ലേ, താൽക്കാലിക മാറ്റമാണ്. ഇത് എല്ലാന്ന് വെച്ചാൽ ആ പേജ് നമ്പർ 120 വരെയുള്ളതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ കേട്ടോ. ഇനി നമുക്ക് പാർട്ട് 2-ൽ കാണാം. ഇത് നല്ലപോലെ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഭൗതിക മാറ്റവും രാസമാറ്റവും എന്താണെന്ന് പാർട്ട് 2-ൽ പഠിക്കാം. ഓക്കെ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ പറയണേ. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് എടുത്തത്. ഞാൻ പറയുന്നതിലൊക്കെ വല്ല തെറ്റുണ്ടെങ്കിൽ വിട്ടുതരാം കേട്ടോ. കാരണം സ്പീഡ് ഈ ടെസ്റ്റ് വായിച്ചിട്ട് നോട്ട് തരുന്നത് കൊണ്ടേ ഒരിച്ചിരി സ്പീഡിൽ പറഞ്ഞതാണ് കേട്ടോ. എൻ്റെ നോട്ട് നോക്കി അങ്ങ് പഠിച്ചാൽ മതി. ഞാൻ ഇനി പറഞ്ഞതിൽ സ്പീഡ് കൂടിയതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വിട്ടുതരാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.